ഒക്കെ നമ്മുടെ അത്താറകൾ കോട്ട് ചെയ്യത്തില്ലേ, അതിൻ്റെ തന്നെ ഒരു പൗളിയൻ വെർഷനാണത്. പക്ഷെ ഇതൊന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. അവസാനം പുള്ളി പ്രഭാഷണത്തിൽ പരാജയപ്പെട്ടപ്പോൾ പുള്ളിക്ക് ഭയങ്കര കണ്ണീരാകും. കർത്താവേ, ഞാൻ എന്ത് സംസ്കാരവും വൈജ്ഞാനികവും പ്രബോധനപരമായിട്ടൊക്കെ സംസാരിച്ചിട്ട് നിന്നെ അങ്ങോട്ട് കൈമാറാൻ പറ്റണില്ലല്ലോ എന്ന് ഈ മനുഷ്യൻ കർത്താവിൻ്റെ മുമ്പിൽ കണ്ണീരിടും. അപ്പോൾ പരിശുദ്ധാത്മ പറയും, നീ നിൻ്റെ വൈജ്ഞാനിക പ്രബുദ്ധത ജനങ്ങളുടെ മേൽ വിളമ്പുന്നതിന് പകരം എന്നെ കൊടുക്കാൻ പറയും. അപ്പോൾ പൗലോസിൻ്റെ പ്രാർത്ഥനയിൽ കറക്റ്റ് കാര്യം പറയും. പൗലോസ് പിന്നെ പറയാൻ തുടങ്ങുക വെച്ചാൽ, ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു, യഹൂദർ അടയാളം അന്വേഷിക്കുന്നു. കണ്ട, ഞാൻ നിങ്ങളോട് പറയുന്നത് സാഹിത്യവും സംസ്കാരവും പാണ്ഡിത്യവുമൊന്നുമല്ല, തുണിയില്ലാതെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചാണ്. അതാണ് അവിടെയാണ് പൗലോസ് ലാൻഡ് ചെയ്യുന്നത്. കറക്റ്റ് വന്ന് പ്രഭാഷണങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ ലോകത്തോട് ക്രിസ്തുവിലൂടെ ദൈവം എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, അതാണ് പറയുന്നത്. ഡോക്ടറേറ്റ് എടുത്തെന്ന് പറഞ്ഞാൽ അതുകൊണ്ടുവന്ന് ആൾക്കാരെ ഛർദ്ദിക്കേണ്ട ഒരു കഥയുമില്ല. ആരെങ്കിലും എന്തെങ്കിലും പാടി നടന്നെന്ന് പറഞ്ഞുകൊണ്ട് ആ പാടി നടന്നവന്മാരുടെ സാഹിത്യത്തിന് നമ്മളിങ്ങനെ ഓശാന പാടുകയും ഫാൻ ചെയ്യേണ്ട കാര്യമില്ല. മറിച്ച് വി മസ്റ്റ് അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ലെന്നല്ല പ്രശ്നം. ദൈവത്തിൻ്റെ പദ്ധതികളെ ജനങ്ങളിലേക്ക് എത്തിക്കും. ഇപ്പോൾ പൗലോസ് പ്ലേറ്റ് മറച്ചു വെച്ച് എന്താ പറയണത്, 1:1:22-23 യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു. പക്ഷി ലാൻഡ് ചെയ്യണ കണ്ടില്ലേ താഴേക്ക്, യഹൂദർ അടയാളം ആവശ്യപ്പെടുന്നു. ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു എന്നുള്ള കാരണം അതുകൊണ്ട് വൈജ്ഞാനികമായിട്ട് ക്രിസ്തുവിനെ അവതരിപ്പിക്കാവുന്നതാണ് പൗലോസ് വിചാരിച്ചുകൊണ്ടാണ് നിങ്ങളുടെ കവികളും അൺനോൺ ഗോഡെന്ന് പറയണത്, വളരെ വൈജ്ഞാനികമായിട്ട് അവതരിപ്പിക്കണത്. പക്ഷെ അതൊന്നും വർക്കൗട്ട് ചെയ്യണില്ല. എന്താ കാര്യം, അതിൻ്റെ കൂടെ പരിശുദ്ധാത്മാ പ്രവർത്തിക്കത്തില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് അറിവുണ്ടോ, ഞാൻ പ്രബുദ്ധനാണോ, എനിക്ക് സാഹിത്യം അറിയാമോ, പാട്ടറിയാമോ എന്നൊന്നും അല്ല പ്രശ്നം. എൻ്റെ കയ്യിലുള്ള ഈ ചരക്ക് പരിശുദ്ധാത്മ പ്രവർത്തിക്കാൻ പറ്റിയതാണോ, അതാണ് വിഷയം. സഭയുടെ പ്രഭാഷകന്മാർക്ക് ചിലർക്കെങ്കിലും പറ്റുന്ന ഒരബദ്ധ, അവരുടെ പ്രഭാഷണത്തിലെ കണ്ടൻറ്റിൽ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റണില്ല. അത് അതുകൊണ്ട് എന്താണ്, ക്രിസ്തുവിലെ ഇതിനെ ജനം തിരിച്ചറിയുകയോ ക്രിസ്തുവിനെ ജനം സ്വീകരിക്കാൻ തയ്യാറാകുകയില്ല. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ കാര്യങ്ങൾ അപകടം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടു. യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു. ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അപ്പം എന്താ പ്രശ്നം വെച്ചാൽ, നമ്മൾ പറയുന്ന കാര്യം ചിലക്കത് പോഷത്വമായിട്ട് തോന്നും. നമ്മൾ പറയുന്ന കാര്യം ചിലർക്ക് ഇടർച്ചയായിട്ട് തോന്നും. ഈ അച്ഛൻ്റെക്ക് ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല എന്ന് പറയാവർ നമ്മൾ പറയുന്ന കാര്യം. പക്ഷേ ചിലപ്പോൾ ചിലർക്ക് പോഷത്വവും ചിലർക്ക് ഇടർച്ചയായി പോകുന്നു. പക്ഷേ എന്താണ്, നമ്മൾ പറയുന്ന കാര്യത്തിൽ നമ്മൾ മാറാൻ പാടില്ല. കാര്യം നമ്മൾ പ്രസംഗിക്കാൻ വേണ്ടി അയക്കപ്പെട്ടവരാണ്. അപ്പോൾ പ്രമേയം എന്ന് പറയണത്, നമ്മൾ എന്താണ് നാടകത്തിൽ ഒരു പ്രോംഡർ, അതായത് നമ്മൾ നാടകം നടത്തുമ്പോൾ ചില സമയത്ത് ആ കർട്ടൻ്റെ ബാക്കിൽ നിന്ന് ഒരാൾ പ്രോംപ്റ്റ് ചെയ്ത് തരും. ആ പ്രോംപ്റ്റ് ചെയ്ത് തരുന്ന കാര്യങ്ങളാണ് ഈ കഥാപാത്രം പറയേണ്ടത്. അവിടെ നമ്മൾ കഥാപാത്രം മാത്രമാണ്. എന്താണ് ബാക്കിൽ നിന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരണത്, സഭ എന്ത് പഠിപ്പിക്കുന്നു, അതാണ് ഇയാൾ പറയേണ്ടത്. അല്ലാതെ അവിടെ ഒന്ന് നോക്കി ഒന്ന് പഠിപ്പിച്ചിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് പറയാൻ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിഷ്ടമുള്ളത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ സഭയുടെ പഠനമായിരിക്കത്തില്ല, അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമായിരിക്കത്തില്ല. പ്രബോധന അധികാരം സഭയ്ക്കാണ് കൊടുത്തിരിക്കണേ.